ബിഗ് ബോസ് മലയാളം സീസൺ 7 ആരംഭിക്കാൻ പോവുകയാണ്. പ്രഖ്യാപനം മുതൽ തന്നെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളെല്ലാം സർവ്വസജ്ജമായി കഴിഞ്ഞു. പുറത്തു വന്നു കൊണ്ടിരിക്കുന്ന ഓരോ പ്രൊമോയും പ്രേക്ഷകരിൽ ആവേശം സൃഷ്ടിക്കുന്നുണ്ട്. ആരൊക്കെയാകും ഷോയിൽ ഇത്തവണ മാറ്റുരക്കുക എന്ന പ്രഡിക്ഷൻ ലിസ്റ്റുകളും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ പുതിയ മത്സരാർത്ഥികൾക്കുള്ള ഉപദേശം, ഒപ്പം തനിക്ക് ബിഗ് ബോസിൽ കാണാൻ ആഗ്രഹമുള്ള മത്സരാർത്ഥി ആരാണെന്നും പറഞ്ഞിരിക്കുകയാണ് സീസൺ 4 വിജയി ദിൽഷ പ്രസന്നൻ. ഏഷ്യാനെറ്റ് ന്യൂസ് ഓൺലൈനോടായിരുന്നു നടിയും നർത്തകിയും കൂടിയായ ദിൽഷയുടെ പ്രതികരണം. ദിൽഷ പറയുന്നത് ഇങ്ങനെ: കേരളത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ്. ഒരുപാട് കാഴ്ചക്കാരുണ്ട്. ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. പുതിയ മത്സരാർത്ഥികൾ എല്ലാവരും നന്നായി പെർഫോം ചെയ്യുക. ഇതൊരു ഗെയിം ആണല്ലോ, ആ രീതിയിൽ തന്നെ കണ്ട് മുന്നോട്ട് പോകണം. വ്യക്തിപരമായി വലിയ തയ്യാറെടുപ്പുകളൊന്നും ഇല്ലാതെയാണ് ഞാൻ ബിഗ് ബോസിലേക്ക് പോയത്. പക്ഷേ തയ്യാറെടുപ്പുകളോടെ വരുന്ന ആളുകളും ഉണ്ട്. തയ്യാറെടുപ്പുകളൊന്നും ഇല്ലാതെ പോയി എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ അങ്ങനെ പോകാം. അല്ലെങ്കിൽ പ്രിപ്പറേഷൻ എടുത്ത് 100 ദിവസം എങ്ങനെ നിൽക്കാം എന്ന് മനസ്സിലാക്കിയും പോകാം. എനിക്ക് അറിയുന്ന ചിലരൊക്കെ ബിഗ് ബോസിൽ നിന്നും വിളി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. ആരാണെന്നൊന്നും പറയുന്നില്ല. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. എങ്ങനെ നിൽക്കണം എന്നൊക്കെ. ഞങ്ങളുടെ സീസൺ പോലെ ആകില്ലല്ലോ. എങ്ങനെയാണോ പുതിയ സീസൺ പോകുന്നത് ആ രീതിക്കനുസരിച്ച് പോവുക എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്നായിരുന്നു ദിൽഷ പറഞ്ഞത്. അതുപോലെ തന്നെ തനിക്ക് ഷോയിൽ കാണാൻ ആഗ്രഹമുള്ള നടനെ കുറിച്ചും ദിൽഷ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ധ്യാൻ ചേട്ടൻ ബിഗ് ബോസിൽ വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എല്ലാ എപ്പിസോഡുകളും നല്ല അടിപൊളിയായിരിക്കും. ഫുൾ കോമഡി ആയിരിക്കും. 100 ദിവസം ധ്യാൻ ചേട്ടൻ ആ വീട്ടിൽ നിൽക്കുന്നത് എനിക്കൊന്ന് അറിയണം. അലൻ ജോസ് പെരേര വരട്ടെ, ആറാട്ടണ്ണൻ വരട്ടെ. എന്റർടൈൻമെന്റ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവരൊക്കെ വന്നാൽ നടക്കും എന്നായിരുന്നു ദിൽഷയുടെ വാക്കുകൾ. പുതിയ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.